കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. പകലും രാത്രിയും തുല്യമായ മറ്റൊരു സുദിനം കൂടി ആഗതമായിരിക്കുന്നു, വിഷു സുദിനം. ഈ സുദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾക്കും വൈഷ്ണവ കുടുംബാംഗങ്ങൾക്കും ആശംസകൾ നേരുകയാണ്. പ്രതീക്ഷയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഏവരും സുഖം ആഗ്രഹിക്കുന്നു. ആ സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിലും വിഷു എന്നുള്ള പദത്തിന് സമാനമായ അവസ്ഥ വച്ചു പുലർത്താൻ സാധിക്കണം. വിഷു എന്നുള്ളതായ പദത്തിന് രാത്രിയും പകലും തുല്യമായ ദിനം എന്നാണല്ലോ അർത്ഥം. ജീവിതത്തിലും ഇതേപോലെ രാത്രിയാകുന്ന ദുഃഖവും പകലാകുന്ന സുഖവും തുല്യമായി കാണാൻ സാധിക്കുന്ന മാനസിക ശക്തി നമുക്ക് ആർജിച്ചെടുക്കാൻ വേണ്ടി സാധിക്കണം. എങ്കിൽ മാത്രമേ ജീവിതം ഐശ്വര്യപൂർണമാവുകയുള്ളൂ. ഇങ്ങനെയൊരു ചിന്തയിലേക്ക് വിഷുദിനം നമ്മെ നയിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. കണി കാണും നേരം കമലാനേത്രന്റെ ശ്രേഷ്ഠമായ തിരുവിടൽ കണി കാണുന്നതോടൊപ്പം തന്നെ കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണുന്ന ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലയോ ഭഗവാനെ, വരുംകാല ജീവിതത്തിൽ എനിക്ക് എൻ്റെ സുഖത്തെയും ദുഃഖത്തെയും സമഭാവനയോടുകൂടി കാണാനും സുഖവും ദുഃഖവും തരുന്നത് ഭഗവാൻ തന്നെയാണ്, അതിനെ വിനീത ഭാവത്തോടുകൂടി സ്വീകരിക്കുവാനും സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചോളൂ. ശരീരം ഭഗവാൻ നമുക്ക് നൽകിയിട്ടുള്ളത് പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സുഖമായിട്ടും ദുഃഖമായിട്ടും ജീവിതത്തിലേക്ക് വരാം. അതുകൊണ്ട് ഇതിനെ ഏകഭാവത്തോടുകൂടി കണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമേ എന്ന് വിഷുസുദിനത്തിലായിട്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കണം. എൻ കക്കാടിന്റെ വരികളാണ് ഈ സമയത്ത് ഓർമ്മ വരുന്നത്. തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ് വരും, അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം. കാലമിനിയും ഉരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കാവരും, അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. ഈ വരുന്നതായ വിഷുസുദിനത്തെ വളരെ ശാന്തതയോടുകൂടി സൗമ്യതയോടുകൂടിയിട്ട് എതിരേൽക്കാൻ വേണ്ടി സാധിക്കട്ടെ. പ്രത്യാശയുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണം വരും വർഷങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭാഗവത ഹൃദയാനന്ദത്തോടുകൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണു സഹസ്രനാമം താല്പര്യത്തോടുകൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വൈഷ്ണവ കുടുംബാംഗങ്ങൾക്കും ഐശ്വര്യസമൃദ്ധമായ വിഷുദിനം ആശംസിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലും ഭഗവത് ഭക്തിയോടുകൂടിയിട്ട് ജീവിക്കുവാനും ഒക്കെ ജഗദീശ്വരൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ലഭ്യമായ നിമിഷങ്ങളെ ഏറ്റവും സുന്ദരമാക്കി കൊണ്ടുപോയി ഭഗവത് പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കണം. ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ എന്ന് നിശ്ചയിക്കുന്നത് ഭൂതഭവ്യ ഭവത് പ്രഭുവായ ഭഗവാൻ മഹാവിഷ്ണു മാത്രമാണ്. അതുകൊണ്ട് ആ ഭഗവത് പാതാരബിന്ദങ്ങളിൽ പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഒരു തുളസിപ്പൂവായിട്ട് ചെന്നുചേരാൻ സാധിക്കണമേ എന്ന് നാളെ കണി കാണുന്ന നേരത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. കനകക്കിങ്ങിനെ വളകൾ മോതിരം അണിഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിലായിട്ട് എന്നും ആനന്ദമായിട്ട് അല്ലയോ കൃഷ്ണ അങ്ങ് പരിരസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭാശംസകൾ നേർന്നുകൊണ്ട് സമർപ്പിക്കട്ടെ. സസ്നേഹം ഏവരുടെയും വാച്ചവാധ്യാൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി.